ദൈവരാജ്യവും പൈശാചിക രാജ്യവും തമ്മിൽ മനുഷ്യനിലൂടെയുള്ള ഒരു യുദ്ധം നടക്കുന്നു എന്നുള്ള കാര്യം ഈ മനുഷ്യനെ അറിയാത്തത് തന്നെ പിശാചിന്റെ ജയമാണ്. പിശാചിന്റെ മുമ്പിൽ ഒരു പരിഹാസ വിഷയമായി മനുഷ്യൻ മാറുകയാണ്. വെളിപ്പാട് പുസ്തകം 11:15 പറയുന്നു, ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. എന്താണിത് കാണിക്കുന്നത്? ഇന്ന് ലോകരാജ്യത്വം കർത്താവിന്റെയും അതായത് സ്വർഗീയ പിതാവിന്റെയും ആ സ്വർഗീയ പിതാവിന്റെ അഭിഷിക്തനായ ക്രിസ്തുവിന്റെയും കയ്യിലല്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഈ രാജ്യത്വം ഏറ്റെടുക്കുവാനാണ് ഇന്ന് ഈ ആത്മമണ്ഡലത്തിൽ യുദ്ധം നടക്കുന്നത്. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ഇതത്രേ പിശാചിന്റെ വളരെ പ്രധാനപ്പെട്ട നമ്മിലെ ജാമിംഗ് സിസ്റ്റം. പിശാച് സർവ്വലോകം വാഴുന്നു. അവനെ നാം തോൽപ്പിക്കുവാൻ സ്വർഗസ്ഥ പിതാവും കർത്താവ് യേശു നമ്മുടെ കൂടെയുണ്ട്. നമ്മളും കൂടെ ചേരുക. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാലോകത്തിന്റെ ആധിപത്യ ശക്തിയോടും സ്വർഗലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും ആണെന്ന് പറഞ്ഞിട്ടും അതും നമ്മളുടെ ഹൃദയത്തിൽ വന്ന് വീഴുന്നില്ല. നമ്മൾ ഇപ്പോഴും ജഡത്തോടാണ് പോരാടുന്നത്. ഒരു ജഡമനുഷ്യനായി തുടരുകയാണ്. അതുകൊണ്ട് ദൈവികമായ സന്ദേശങ്ങളൊന്നും നമ്മുടെ ഹൃദയത്തിൽ വന്ന് വീഴുകയില്ല. പിശാച് ജയിച്ചു. പിശാചിന്റെ മറ്റൊരു ജാമിംഗ് സിസ്റ്റമാണ് നമ്മളെ ലോക സ്നേഹികളാക്കി ലോകത്താൽ നമ്മളെ പിടിക്കുക. അതോടുകൂടെ അവന്റെ ജാമിംഗ് സിസ്റ്റത്തിന്റെ പവർ ഇരട്ടിയാവുക. യോഹന്നാന്റെ സുവിശേഷം 14:16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ഹയർ ലെവലിലുള്ള അടുത്ത സിസ്റ്റം ദൈവം ഉപയോഗിക്കുമ്പോൾ പിശാച് നമ്മളെ ലോക സ്നേഹികളാക്കി മാറ്റുന്നതിലൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ചിന്തകൾ പ്രാപിക്കുവാൻ നമ്മൾക്ക് കഴിയാതെയായി പിശാചിന്റെ അടുത്ത ജാമിംഗ് സിസ്റ്റത്തിനും കൂടെ നമ്മൾ ഇരയായി തീരുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സാത്താന്റെ ജാമിംഗ് സിസ്റ്റത്തെ പോലും നമുക്ക് അറിയില്ല. നമ്മൾ സാത്താനാൽ തോറ്റ് കിടക്കുകയാണ്. നമ്മളെ നാച്ചുറൽ മനുഷ്യനാക്കി നിർത്തിക്കൊണ്ടും നമ്മളെ ലോക സ്നേഹികളാക്കി നിർത്തിക്കൊണ്ടും പിശാച് ദൈവത്തിന്റെ ആത്മമണ്ഡലത്തിലെ ചിന്തകൾ നമുക്ക് ബ്ലോക്ക് ചെയ്തിട്ട് ബൈബിളിൽ നിന്ന് ജഡീകമായ ജഡമനുഷ്യന് ആവശ്യമായ വാക്കുകൾ മാത്രം തന്ന് നമുക്കൊരു ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കി തന്നു. നമ്മൾ അതിനെയും താലോലിച്ചുകൊണ്ട് നടക്കുകയാണ്. ജഡത്തെ അനുസരിച്ച് നടന്നാൽ നീ മരിക്കും മനുഷ്യ എന്ന് തിരിച്ചറിയുക. പിശാചിന്റെ തന്ത്രങ്ങളെ നീ തിരിച്ചറിയുക.